PVC പൈപ്പിൽ വേരുകൾ നല്ല രീതിയിൽ പിടിച്ചിട്ട് നല്ല രീതിയിൽ ബ്രാഞ്ചായിട്ട് പോകും. 2 തൈയാണ് നമ്മൾ ഇതിപ്പോൾ വെക്കുന്നത് കേട്ടോ. 2 തൈ നമ്മൾ അന്ന് കൊടുക്കണമെന്ന് ജസ്റ്റ് ഒരു 1 അടി പൊക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ പോയിട്ട് ഇപ്പോൾ ഇത് കണ്ടോ, ഏകദേശം നമ്മളെ ഒരു 6 അടി 7 അടി പൊക്കത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, വളർച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മാസത്തെ വളർച്ചയാണ്. അതിന് നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക് അങ്ങനെയൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. നമ്മൾ പൈപ്പ് ആകുമ്പോൾ ഇതിന് കൊടുക്കണ വളം ഇതിൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ 5 മാസം കൊണ്ട് ഈ വളർച്ച കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതുവരെ മാത്രമേ കോൺക്രീറ്റ് ഉള്ളൂ. അടിഭാഗത്ത് മാത്രം ഒരു 3 ചട്ടി കോൺക്രീറ്റ് നമ്മൾ ഇടുന്നുള്ളൂ. ഒരു വർഷമാണ് നമ്മളിത് ശരിക്കും നോക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കം 3.25 മീറ്ററാണ് ഇത് വരുന്നത്. അടിയിൽ പോയിട്ട് ടോട്ടൽ 4 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. 3.25 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയി താഴത്തേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് കെട്ടിക്കൊടുക്കേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. അല്ലാത്ത ടൈമിലൊന്നും കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ PVC പൈപ്പിൽ വേരുകൾ നല്ല രീതിയിൽ പിടിച്ചിട്ട്